അതിഗോപ്രാഭരമിന്മട്ടം അന്നു മുഴുമിക്കവേ കൃഷ്ണനും കൽപ്രേരിതരം തിരികെ പോയി ഗോകുലം. ശ്രീഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. 25-ാം അധ്യായം. ഗോകുലരക്ഷ. ശ്രീശുകൻ പറഞ്ഞു, തനിക്കുള്ള മഖം നഷ്ടപ്പെട്ടതായി കേട്ടവാഭവൻ കോപിച്ചു. കൃഷ്ണൻ നയിക്കും നന്ദൻ തൊട്ടുള്ള ഗോപരിൽ സർവനാശകരം കൽപ്പാന്തമേഘങ്ങളുണന്യസ താൻ ഈശ്വരനെന്നോർത്തു ഗർജിച്ചാൽ ഉദ്ഭവാസവൻ കാലിനേക്കും കവരുടെ ധർമാഹന്തതയോ നരൻ കൃഷ്ണനും നിർത്തിയവഹേളിക്കുന്നേവരെ ഉറപ്പുത്തിയ പേരിന് ഞാനെ സംഹാരാക്കി നടക്കുവാൻ കൃഷ്ണൻ ഇവരെല്ലാം ചെയ്തു. കൃഷ്ണൻ മൂലം അടക്കുവേ നശിപ്പിക്കുന്നവൻ ഗോത്രങ്ങളെ അയാളേറിയുകൻ കാറ്റുകൊള്ളു ഞാൻ നന്ദഗോപാലിയെ കൊല്ലാൻ വരും ഗോത്രത്തിലേക്കുടൻ. വിഷുവൻ പറഞ്ഞു, ഇന്ദ്രനായപ്പെട്ട വാക്കുകൾ കടുത്ത മഴയാൽ പേരിപ്പിച്ചു നന്ദവ്രതരെ. നിന്നം തീക്ഷ്ണവേറ്റങ്ങൾ തിരിവെട്ടിനടത്തവൾ കൊടുങ്കാറ്റിനും കൂടി ആരിപ്പഴമാശിച്ചുയിലവേ കടിച്ച പോലെ വെള്ളം പെയ്തു വരവേ ഒന്നും കൊണ്ടും വേറെയില്ല ധരാവനം. ആശ്രയിച്ചു ശ്രീകൃഷ്ണസന്നിധി കരാളയം നിറച്ചു ഭഗവത്പാദങ്ങൾ ചൂടിക്കിടക്കവേ. കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഗോകുലേശ്വരനാമോ രക്ഷിച്ചിടാവുന്നങ്ങളെ ഗോകുലം കണ്ണാരിയേറ്റു ശമിച്ചപ്പോൾ പോയി. ഭഗവാൻ നമ്മെ കടക്കുവാൻ മഴക്കാലത്തുമില്ലാതീപ്പു ഘോരമായി. ഇതിന് ഞാൻ പ്രതിവിധിയിലേക്കാമോദശക്തിയാൽ തങ്ങളുടെ ഒരേതരാണെന്ന മുഖതന്നം തെറ്റിദ്ധരിക്കാതാനീശനു കാപ്പിലാമിതൻ മാനവത്വ ഗുണം ചെയ്തു അഹങ്കാരം നശിക്കുവാൻ. നാടൻ ചടങ്ങിനാൽ കാത്തുരക്ഷിക്കും ഗോകുലം ആയിരിക്കും ഞാൻ ആശ്രിതന്നുള്ള മന്ത്രം എന്നോദിക്കൊണ്ട് ഇടം കയ്യാൽ ഗോവർദ്ധനാശനം. കൃഷ്ണൻ കളിക്കുട്ടി ഉയർത്തുന്ന ഗോവിന്ദനാമകീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മയെ ഞാൻ പിന്നീട് ഗോകുലപോലെ കുഞ്ഞിനീയമാളത്തിൽ ഒരു വഴികളത്തുടൻ നിങ്ങൾക്കും അടയുണ്ടാക്കുമേ കാര്യം ചെയ്തു ഞാൻ. അപ്പോൾ അകത്തെ കൃഷ്ണാശ്വാസമായ ഗോപഗോപികളും പശുരാമനെയും ബാധിച്ചിടാതെ 7 നാൾ ഹരി കാരണങ്ങൾ ഗോകുലവാസി കണ്ടേ. ലോകമായ വിശ്വപ്രഭാവം കണ്ടുവന്നവൻ ഭഗ്നാശനായി കാടുകളെ വലിച്ചു നീതനായി കാലം നീങ്ങി എന്നെ സൂര്യൻ വീണ്ടുപിടിക്കവേ ഗോപത്തിന് ഗോപന്മാരോട് ഇങ്ങനെ ഞാൻ കാറ്റോളം നിശങ്കം ഗോപി ഗോപശിശുക്കളെ